പറ്റൂല പറ്റൂല പറ്റൂല. ഇനി നിന്റെ വാക്ക് കേട്ടോണ്ടിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ ഒന്ന് അടങ്ങടി വന്ന്. ഇത് ആദ്യമായിട്ടാണ് നിന്നെ പെണ്ണ് കാണാൻ പറഞ്ഞത്. എപ്പോഴത്തെ പോലെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്ക്. എന്നാ ഇത്തവണ അങ്ങനെയൊന്നും അല്ല. ഈ വന്ന ആലോചന അവിടെ ഉറപ്പിക്കണ കോളാണ്. ശ്രീ, നിനക്ക് എന്നെ അറിയാലോ. നീ അല്ലാതെ വേറെ ഒരുത്തിനും എന്റെ കാര്യത്തിൽ താലിയോടെ ഞാൻ സമ്മതിക്കൂല. നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഓ, കുറെ കാലം കൊണ്ട് ചെയ്യണം. ഞാൻ എല്ലാം പാക്ക് ചെയ്തിരിക്കും. 2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയേ പറ്റൂ. ഞാനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കൊന്നും കേൾക്കണ്ട. വരണോന്ന് പറഞ്ഞ് വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇതെന്റെ ചേട്ടന്റെ ഭാര്യ ആര്യ. ആര്യ, ഇത് ഇന്നു മുതൽ എന്റെ ഭാര്യ രേവതി. അതെ, വിളക്ക് കത്തിച്ചോണ്ട് വരുമോ? വിളക്കെടുക്കാൻ എന്റെ പട്ടി പോവും. മൂക്കിന് താഴെ മീശയും വെച്ചിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? അതൊന്ന് വടിച്ചോളാം. നാണക്കേട്. അവ നിങ്ങൾക്ക് 10 പൈസയുടെ വില തന്നിരുന്നെങ്കിൽ അവ ഇങ്ങനെ ചെയ്യോ? ഒരു ചോട്ടം വന്നിരിക്കുന്നു. നീ ഇങ്ങനെ കിടന്ന് തൊഴിച്ചു കിട്ടണതിന് അവന് ഇഷ്ടമുള്ള പെണ്ണിനെ അവളെ വീട്ടുകാർ സമ്മതിക്കാത്തവണ്ണം വിളിച്ചോണ്ട് വന്നു. അവനിപ്പോ ഞാൻ തോന്നിയാ ചേട്ടൻ അറിയണ്ടേ ഞാൻ കല്യാണം കഴിക്കുമ്പോ? ചേട്ടത്തെ അറിയണ്ടേ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ജന്മത്തിൽ സമ്മതിക്കൂലായിരുന്നു. നീ പിന്നെ അവന് കെട്ടണ്ടേ? കെട്ടിക്കോട്ടെ. അതിന് ഇവളല്ലാതെ വേറെ ആരും കിട്ടിയില്ല അവന്. അപ്പൊ നിനക്കുള്ള നേരത്തെ അറിയാം. എനിക്ക് ബുദ്ധി കൂടുതലുണ്ടല്ലോ. പിന്നെ ബെഞ്ചിന്റെ അടിയിൽ ബുക്ക് വെച്ചേടി നിന്റെ ബുദ്ധി കള്ളി. കള്ളി നീ അടി. ദേവന്റെ പേപ്പർ നോക്കി എഴുതിയ നീ അടി കള്ളി. അത് നിന്റെ കഴിവെങ്കിൽ ഇതെന്റെ കഴിവ്. ആക്ച്വലി നീ ബെഞ്ചിന്റെ അടിയിൽ ബുക്ക് വെച്ച് എഴുതിയ പച്ചക്കള്ളം. 100 മാർക്ക് വാങ്ങിക്കാനേ എനിക്ക് ബുക്ക് നോക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. 100-9 മാർക്ക് വാങ്ങാനാണ് നിന്റെ അടി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. 0 കിട്ടിലും കുഴപ്പമില്ല. പക്ഷെ അവക്ക് അതിൽ നിന്ന് 1/2 മാർക്കെങ്കിലും കുറവായിരിക്കണം. അല്ലെങ്കിലേ എന്റെ വീട്ടിൽ പൊരിച്ചെടുക്കും. അറിയോ? അയ്യേ, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാ വീട്ടുകാരും കൊച്ചിലെ ചെയ്യണ തന്നെ. അടുത്ത വീട്ടിലെ പിള്ളേരുമായിട്ടും കമ്പയർ ചെയ്യും. ഈ ചെറിയ കാര്യത്തിനാണ് നീ അവളെ വെറുക്കുന്നത്. ഇതേ മനുഷ്യൻ ഫ്ലാഷ് ബാക്കിന്റെ അറ്റം തുമ്പ് മാത്രം കേട്ട് താളം വിടില്ല കേട്ടാ. ഇങ്ങനെ 1/2 മാർക്കിന് പോലും അവളോട് തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞാണ് എന്റെ വീട്ടുകാരെന്നെ വളർത്തിയത്. അതുകൊണ്ട് 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഞാൻ 1 ഇഞ്ച് അവൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനും അവളും അടുത്തടുത്ത വീട്ടിൽ ഒരേ ദിവസം ഒരേ സമയത്താണ് ജനിച്ചത്. അന്ന് തുടങ്ങിയ മത്സരമാണ്. മത്സരം പിന്നെ സ്ഥിരം കഴിയാൻ കളിയപ്പോൾ അവള് വീട് മാറിപ്പോയി. എൻ്റെ അവളെ വീട്ടുകാർ മത്സരം കുറെ കഴിഞ്ഞപ്പോൾ വിടുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ വിട്ടില്ല. മരണം വരെ വിടയില്ല. എടി, ഇതൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ അവൾ എന്നെ മറന്നു കാണും. മറക്കാനാ? ഞാൻ മറക്കാനാ? വന്നേറി അന്നിന് വെറുതെ എന്നെ കൊണ്ട് ചീത്ത ഒളിപ്പിക്കല്ലേ. എടി പെണ്ണ, നീ ഒന്ന് അടങ്ങ്. നിന്റെ തനിക്കൂടെ വെളിയിലെടുത്തല്ലേ നിന്റെ വിലയെ പോവുള്ളൂ. എടി, ആര്യ ഈ വീട്ടിൽ നല്ല മരുമോളാണ്. അവളെ സ്വന്തം മോളെ പോലെയാണ് എൻ്റെ അമ്മ കാണുന്നത്. അവള് തിരിച്ചു. നീ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നീ ഈ വീട്ടിൽ മൂദേവിയാവും. ഞാൻ വെറും പൊട്ടിയാണെന്ന് വിചാരിച്ചാ നിങ്ങൾ? ഇന്ന് വരെ ഒരു സ്ഥലത്ത് 1 ഇഞ്ച് പോലും ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ ജീവിതകാലം മൊത്തം കഴിയാൻ പോണ ഇവിടെ അവൾക്ക് വിട്ടുകൊടുക്കുമെന്ന് കരുതിയോ? യു ആർ റോങ്. ഇന്ന് വന്നു കയറി ഞാനായിരിക്കും നാളെ മൂലം ഇവിടുത്തെ ഉത്തമ വരുമ്പോൾ. അതിനവളെ 7 ജന്മം ഇനിയും ജനിക്കണം. ഇന്ന് വരെ ഞാനായിരുന്നു ഈ വീട്ടിലെ നല്ല മരുമോള്. ഇനി നാളെ മുതൽ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ മാത്രമായിരിക്കും. നിങ്ങൾ കണ്ടോ? ഈശ്വര, ഈ 2 കൂടെ വീട് ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അയ്യോ, അപ്പൊ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് നൈറ്റ്. കറുവപ്പട്ട, ഇഞ്ചി, ഗ്രാമ്പു സമാസമം ചേർത്ത് അത്യുഗ്രം ചായ കുടിക്കുമ്പോ ദഹനത്തിന് നല്ലതാ. ബദാം, ഏലക്ക എന്നിവ പാകത്തിൽ ചേർത്ത് ഞാൻ റോസ് മിൽക്കിൽ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ചായ. ദഹനത്തിന് സൗന്ദര്യത്തിന് ഉത്തമം. കുടിക്കാമോ? അമ്മ, അമ്മയുടെ സകല തുണി ഞാൻ കഴിയിട്ടുണ്ട്. അമ്മ,
അമ്മയുടെ കഴുകിയ തുണി എല്ലാം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടേ. ഓ കിൻഡലടി എന്ന് വെച്ചാൽ കിൻഡലടി. ഇത് ഏത് ഭാഷ? വല്ല മനസ്സിലാകുന്ന സിനിമയും കണ്ടുകൂടി. ഹലോ, സബ് ടൈറ്റിൽ ഇല്ലാതെ കൊറിയൻ പടം കാണുന്ന ഫാമിലിയാണ് നമ്മുടെ. നിങ്ങളൊക്കെ ഡോൺലി കണ്ട ആൾക്കാരാണ്, അറിയാമോ? അതാരി? അതെ, അത് അവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്. നീ ഇത് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കട്ടെ, ഇത് അമ്മയുടെ അടുത്തൊന്നും ചെന്ന് ചോദിക്കരുത്. അമ്മയൊക്കെ ഡോൺലി കണ്ടിട്ട് ഹോട്ട് കോർ ഫാനാണ്, സകല കൊറിയൻ പടവും കാണും. അത് കൊള്ളാം, ഇതിൽ പിടിച്ച് ഞാൻ കയറും. ഒമ്മ യങ് ദിസസ്യോ ഇംഷകിനൊത്തയോ? മോക്ക് കൊറിയൻ ഭാഷയൊക്കെ അറിയാവോ? പിന്നല്ലാതെ, ഞാൻ ഡോൺലിയുടെ ഭയങ്കര വലിയ ഫാനാണമ്മ. എല്ലാ പടവും കാണും, അങ്ങനെ പഠിച്ചതാ. അയ്യോ, ഞാനും ഡോൺലിയുടെ ഭയങ്കര ഫാനാണ്. ആ പയ്യന്റെ ഇടി കാണുമ്പോഴേ എനിക്ക് രോമാഞ്ചം വരും. ആര്യേ, രേവതിയും ഡോൺലി ഫാനാണെന്ന്. എന്തോ അടിപൊളിയായിട്ട് കൊറിയൻ സംസാരിക്കുന്നത്. ഒമ്മ ഗ്യാത ദോയൽക്കയോ ഇത് ജും ജീസയോ? എന്നാലും നീ എങ്ങനെയടി 2 ആഴ്ച കൊണ്ടൊക്കെ കൊറിയൻ പഠിച്ചതേ? ഡ്യൂലിംഗോ. ഡുവലിംഗോയാ? അത് ഇംഗ്ലീഷ് പഠിക്കുന്ന ആപ്പല്ലേ? ഇത് കണ്ട, ഇംഗ്ലീഷ് മാത്രമല്ല, ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച്, അങ്ങനെ 40ഓളം ലാംഗ്വേജ് നമുക്ക് ഇതുവഴി ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ എൻ്റെ നല്ല സമയത്തിന് അവരിപ്പോൾ കൊറിയനും ജാപ്പനീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് പഠിക്കാനാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കട്ടയ്ക്ക് അറിയണ്ടേ? ആവശ്യമേ ഇല്ല. നമുക്ക് ഹിന്ദിയോ തമിഴോ അറിയാമെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ അവരിതൊരു ഗെയിം പോലെയാണ് സെറ്റ് ചെയ്തേക്കണം. ഡെയിലി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഇതിൽ പറയുന്ന എക്സസൈസ് ഒക്കെ സോൾവ് ചെയ്താൽ നല്ല മണി പോലെ പുതിയൊരു ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓ, എന്നാലും നിന്റെ ബുദ്ധി. എനിക്കും എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. കുറച്ച് ജാപ്പനീസ് പടങ്ങൾ കാണാനുണ്ട്. ഓക്കെ, കോളിഫ്ലവർ ഉണ്ടോ? അതെ, ഇത് മലക്കറിക്കടയല്ല, അടുക്കളയാണ്. ചളിയടിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇതേ പെണ്ണെ, വല്ല തവി എടുത്ത് വെച്ച് അലക്കി തരിഞ്ഞ എങ്കിലും വിവരം അറിയും. എനിക്കൊന്നും അറിയണമല്ലോ. എന്തോന്ന് അറിയണമെന്ന്? അമ്മ, അത് എനിക്ക് നല്ല കൈപ്പുണ്യായോണ്ടേ അതിന്റെ സീക്രട്ട് അവക്കൊന്ന് അറിയണമെന്ന്. അത് പിന്നെ അമ്മ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ റെസിപ്പി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പൊ അതിന് പകരം അവൾ ഉണ്ടാക്കിയ ചൂടുവെള്ളത്തിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുകയായിരുന്നു. ചൂടുവെള്ളത്തിന്റെ റെസിപ്പിയാ? ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോണത് തന്നെ വലിയ കാര്യം. ഓരോ ഇടത്ത് നടക്കുന്ന അടി കാണണം. അതെ അതെ, പണ്ട് കണ്ടവന്റെ പേപ്പർ നോക്കി പാസ്സായ സ്വഭാവം നേടിപ്പോയി. അയ്യോ, തുണ്ട് വെച്ച് ചേച്ചി നീ അധികം പറയല്ലേ. മോളെ, എന്റെ മരുന്നിന്റെ അപ്പി കണ്ട? ഞാൻ എടുത്തുതരാം. അയ്യോ മോളെ, ആര്യ രാവിലെ തുടച്ച്. അതാണ്. ഇതാ കണ്ടില്ലേ, മഴക്ക് പോയിട്ടില്ല. ആര് അഴുക്ക് പോയില്ല. അതുകൊണ്ടേ ഒന്നുകൂടെ തുടയ്ക്കാന്ന് വിചാരിച്ചു. ഇനി തുടയ്ക്കുമ്പോഴേ നല്ല അമർത്തി തുടയ്ക്കണേ. നല്ലൊരു സാരിയായിരുന്നു. എങ്ങനെ കളറായോ എന്തോ. എവിടെയമ്മ നോക്കട്ടെ. അയ്യോ അമ്മ, ഇത് രേവതി ഒരു കളർ പോണ തുണി ഉണ്ടായിരുന്നു നനയ്ക്കണ കൂട്ടത്തില്. ഇത് അതുകൊണ്ടായിരിക്കും. രേവതി നോക്കിയത് കണ്ടോ? നിന്റെ ഡ്രസ്സിന്റെ കളർ മുഴുവൻ അമ്മയുടെ സാരിയിലായി. ഇനി ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അതിന് സെപ്പറേറ്റ് ഇട്ടതാണല്ലോ. ഒരു തെറ്റ് പറ്റിപ്പോയി പോട്ടെ. രേവതി, നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റ് അത് മറയ്ക്കാൻ വേറെ കള്ളം പറയണതാ. ഡോണ്ട് റിപ്പീറ്റ് ദിസ് പ്ലീസ്.
കുടിക്കാൻ വെള്ളം എടുക്കട്ടെ? അമ്മയ്ക്കൊരു ജ്യൂസ് എടുക്കട്ടാ? ഒന്നും വേണ്ട, കല്യാണ വീട്ടിൽ കഴിച്ച് വയറ് ഫുള്ള. പിന്നെ കല്യാണ പെണ്ണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. തന്നെ? അവള് ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ PSC എഴുതി കിട്ടിയതാ. തന്നെ? ആ പെണ്ണ് കയറി ചെല്ലുന്ന കുടുംബത്തിന്റെ ഭാഗ്യം. തന്നെ തന്നെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കോറസും മറിഞ്ഞ് നടന്നോ? മനസ്സിലായില്ലേ? നീയൊക്കെ രണ്ടും ഇങ്ങനെ നടന്നോ? കഴിവുള്ള പിള്ളേർ പഠിച്ച് ജോലി വാങ്ങുന്നു. നീയൊക്കെ രണ്ടെണ്ണം വെറും പഴങ്ങളാണെന്ന്. പഴങ്ങളല്ല, പഴം. അവള് പഴം, ഞാനല്ല. ഈ വരുന്ന പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് എഴുതിയ ലിസ്റ്റ് കയറിയിരിക്കും. യൂണിഫോം ഇട്ട് ഈ വീട്ടുമുറ്റത്തൊന്നും ഞാൻ സല്യൂട്ട് അടിച്ചില്ലേ, എന്റെ പേര് പട്ടി കിട്ടും. അമ്മ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിന് പ്രിപ്പറേഷൻ തുടങ്ങി. ഒന്ന് മാറോ അമ്മ? എന്നെ രണ്ടുപേര് നന്നായിട്ട് പഠിക്കേ. ആർക്കാണ് ബുദ്ധി കൂടുതലെന്ന് അറിയാലോ. എടി ലൈറ്റ് ഓഫ് ചെയ്യടി. ലൈറ്റ് ഇടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ആ, കുറച്ചൊക്കെ സഹിക്ക്. ഭാര്യയ്ക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ അല്ലെന്ന്. ദാമ്പത്യ ജീവിതത്തിൽ വേറെയും ചില കാര്യങ്ങളില്ലേ? മനുഷ്യ ഇതൊക്കെ പറയിപ്പിക്കരുത്. ആഗ്രഹിച്ചു പോയി. സത്യം. അടിപൊളി. നമുക്കിപ്പോ അമ്മേടെ അടുത്ത് പറഞ്ഞു തരുവാ. ഒന്ന് അടങ്ങ്. ഒരു സംശയം മാത്രമാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് അമ്മയടുത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോകും. എനിക്ക് ക്ഷമയില്ല. വാ. അങ്ങനെ ഞാനും അമ്മയാകാൻ പോണു. എടാ, ഇനി തൊട്ട് ലേറ്റായിട്ട് വരാൻ നിൽക്കരുത്. ഓഫീസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരണം. ഈ സമയത്തെ ഭർത്താക്കന്മാർ കൂടെ ഉള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ എത്ര ഉള്ളമ്മ. എന്തായാലും ഒരു 3 മാസം നല്ലോണം കെയർഫുൾ ആവണമെന്ന് പറഞ്ഞു. ഈ യാത്രയൊക്കെ കുറയ്ക്കാൻ പറഞ്ഞ ഡോക്ടർ. ഇത് കയ്യോടെ അങ്ങ് കഴിച്ചേ. ഞാൻ കഷ്ടപ്പെട്ട് മരത്തിൽ വലിഞ്ഞേറി പറിച്ചതാ. ഏത്? അപ്പുറത്തെ മാവില? മോളെ, വലിഞ്ഞു കയറി വീട് എല്ല് പൊട്ടരുത്. ഏയ്, ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ അമ്മ. ഇനി എനിക്ക് പോലീസിൽ കയറാനുള്ളതല്ലേ. കഴിക്ക് രേവതി, മാങ്ങ കഴിക്ക്. ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഇനി ഈ സോഫയിൽ തന്നെ ഇരിക്കണം കേട്ടോ. എന്തുണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുതരാം. എന്ത് സ്നേഹമല്ലേ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവരാമെന്ന്. വേണ്ട, ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നേ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇതിപ്പോൾ ഗോളില്ലാതെ ഒറ്റയ്ക്ക് ഗോൾ അടിക്കണ ഫീലാണ്. നിന്നെ തോപ്പിച്ച് ഞാൻ റാങ്ക് മേടിച്ച് ജോലിക്ക് കയറിയിരുന്നെങ്കിലേ ഒരു മാസമായനെ. ഇതിപ്പോൾ നിനക്ക് എഴുതാൻ പറ്റൂലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് ഒറ്റയ്ക്ക് റാങ്ക് മേടിച്ച് ഒറ്റയ്ക്ക് ജോലിക്ക് കയറി. ഷോ, ആലോചിക്കുമ്പോൾ തന്നെ ഒരു ബോറ്. നീ അധികം നേരം നിൽക്കല്ലേ, പോയി റെസ്റ്റ് എടുക്ക. പോ. ഇടി, ഈ അവസ്ഥയിൽ എങ്ങനെ പോയി എക്സാം എഴുതുന്നു? കൈയുണ്ട്. അയ്യ, നിന്റെ കൈ മാത്രം കൊണ്ട് എക്സാം സെന്ററിൽ വെച്ചാൽ മതിയാ. ഉടനെ പോണ്ടേ? അവള് കൗണ്ടർ അടിപ്പണ്. എടി, ഇടുക്കിയിലാണ് എക്സാം സെന്റർ. ഇവിടെ നിന്ന് മിനിമം 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോണ വഴിയാണെങ്കിൽ മഹാമോശം. എന്നിട്ട് നിന്നെ ഞാൻ എങ്ങനെ അവിടെ കൊണ്ടിരുത്തി എഴുതിക്കുന്നു? എനിക്കതൊന്നും അറിയണ്ട. ഹെലികോപ്റ്റർ വിളിച്ചിട്ടാണെങ്കിലും എനിക്ക് പോണം പോണം പോണം.
ഏത് സമയത്തോളം പ്രപ്പോസ് ചെയ്യാൻ തോന്നി എന്തോന്ന് ഇടുക്കി എക്സാം സെന്ററിൽ വയ്ക്കാം പോരെ. ഇതാ അമ്മ പ്രസാദം. മറ്റൊന്ന് എനിക്ക് എക്സാം അല്ലേ, അപ്പം ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. രേവതി, ഇതാ നിനക്ക് വേണ്ടി ഞാൻ അർച്ചന കഴിപ്പിച്ചതാ. ഈ സമയം വളരെ സൂക്ഷിക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ കുറച്ച് ഈശ്വരാധീനമൊക്കെ നല്ലതാ. പിന്നെ എനിക്ക് മറ്റൊന്ന് എക്സാമിന് ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണേ റാങ്ക് കിട്ടാൻ. ഈ ഗർഭിണികൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. എടി നിനക്ക് ഈ എക്സാം എഴുതി എന്ത് ഇത്ര അത്യാവശ്യം? നീ ഒന്ന് ആലോചിക്കും. നിനക്ക് റാങ്ക് കിട്ടിയ ഫിസിക്കലിന് അപ്പിയർ ചെയ്യാൻ പറ്റൂല, പിന്നെ നമ്മൾ ഈ വാരി കെട്ടി പറക്കി അങ്ങ് പോണ എന്തിനാണ്? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് എനിക്ക് എക്സാമിന് എഴുതിയേ പറ്റൂ. അയ്യോ, എന്നാ ഒരു കാര്യം നീ പഠിത്തം നിർത്തണ്ട, പറഞ്ഞ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതാകുമ്പോ ഇനി എക്സാമിന് 4 മാസം സമയമുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ ഫിസിക്കലിനും അപ്പിയർ ചെയ്യേണ്ട, ഒരു നിയമനം വരാൻ കാലതാമസം എടുക്കും. പോരാ, വേറെ ഒരു ടെസ്റ്റ് എഴുതിയില്ലെങ്കിലും ഇത് എനിക്ക് എഴുതിയേ പറ്റൂ. ഇത് പാസ്സായി എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനും പോകണ്ട, ജോലിയും വേണ്ട. പക്ഷെ ഈ ടെസ്റ്റ് എഴുതി പാസ്സായി അവളെക്കാൾ ഒരു റാങ്കെങ്കിലും എനിക്ക് മോളിൽ വരണം, അത്രേ ഉള്ളൂ. ശ്രീക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ വല്ല ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നിന്റെ അച്ഛൻ, അച്ഛന്റെ അനിയന്റെ മോൻ ആരോ ഒരാൾ നിന്റെ കുടുംബത്തിലെ പൈലറ്റ് ഇല്ലേ, നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ? ആ പോണം, എഴുതിയിരിക്കും. അവളെ അമ്മൂമ്മരും അച്ഛനെയും പ്രസാദവും. എങ്ങനാ തന്ത എന്നുള്ള ഇതിനെ സഹിച്ചു വന്നു ഇത്രയും കൊല്ലം? അമ്മ, ഞാൻ ഇറങ്ങുവാണേ, പോവാൻ സമയമായി. അമ്മ ഞങ്ങളും. അമ്മ അനുഗ്രഹിക്കണം. നീ ഈ സമയത്ത് ഇത്രയും ദൂരം പോയി എക്സാം എഴുതേണ്ട അത്യാവശ്യം എന്താണ്? അത് അറിഞ്ഞിട്ട് അനുഗ്രഹിക്കാം. അത് പിന്നെ അമ്മ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അതുകൊണ്ട്. ഇതിൻ്റെ ലിസ്റ്റിൽ വന്നാൽ നിനക്ക് ഫിസിക്കൽ ഉണ്ടാവും. ആ സമയത്ത് നീ പ്രസവിച്ച് കിടക്കണമായിരിക്കും. കുനിഞ്ഞു കുപ്പ പോലും എടുക്കാൻ പറ്റാത്ത ആ സമയത്ത് നിനക്ക് ഫിസിക്കൽ ചെയ്യാൻ പറ്റുമോ? നീ അവനെ നോക്കണത് എന്തിന്? നിനക്ക് വേറെ അവൻ ഫിസിക്കൽ ചെയ്യോ അല്ല പ്രസവിക്കോ? നീ എന്തിനാ അടിക്കടിക്കണത്? നീ പറ, നീ എന്തിനാണ് എക്സാം എഴുതാൻ പോണത്? പോലീസാവാൻ. എൻ്റെ പൊന്നു മോളെ ആര്യേ, ഞാൻ ഇപ്പൊ വിശ്വസിക്കാവേ. അതൊക്കെ മുംബൈയിലേക്കല്ലേ എൻ്റെ മോൻ ഉണ്ണികൃഷ്ണൻ, ആ മണ്ട വിശ്വസിക്കും. എൻ്റെ അടുത്ത് വേല ഇറക്കല്ലേ. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് ഞാൻ നടന്നതാണ്. ഇവിടെ നടക്കുന്ന പുയിലൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയാ. നിങ്ങളായിട്ട് നിർത്തുമെന്ന് വിചാരിച്ച് നടക്കില്ല. അതുകൊണ്ട് 2 പേരും പരീക്ഷയ്ക്ക് പോണില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. കൊമ്മ മത്സരം അവനവൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ തമ്മിലടിച്ച് നശിക്കാനല്ല. നിങ്ങളുടെ മത്സരം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് PSC ടെസ്റ്റിന് പിരിയേറ്റി വിട്ടത്. അത് ഇപ്പൊ വിനയായി. നിങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകാൻ ഒരു താല്പര്യവും ഇല്ല. ആണാവണം, അതിനാണ്. അങ്ങനെ പറഞ്ഞു കുടമ്മ. നിങ്ങൾക്കിടയിൽ പണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കുടുംബമായിട്ട് താമസിക്കില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കാമോ? ഞാനോ അമ്മയോ ചേട്ടനോ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് തലയിടാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾക്കിടയിലെ പ്രശ്നം ഇത്രയും വഷളാവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ എന്തമ്മാ? ഇല്ല, നിന്റെ പ്രസംഗം കഴിഞ്ഞാന്ന്. പ്രസംഗോ? എടാ, നിങ്ങൾ 2 പേരും ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 2 പേരെയും ഇരുത്തി സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇടപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? അത് ആ സമയത്ത് ഞാനും ചേട്ടൻ അപ്പൊ നിങ്ങളുടെ വായിൽ സ്റ്റിച്ച് ഇട്ടിരുന്ന. ഇനി നിങ്ങൾ 2 പേരും അറിയാൻ വേണ്ടിയിട്ട്, ഇനി മേലാൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകരുത്. ഞാനേ നിങ്ങൾക്ക് മാർക്ക് ഇടാനല്ല ഇവിടെ ഇരിക്കണത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോണില്ല. നിങ്ങൾക്ക് 2 പേർക്ക് ആത്മാർത്ഥമായി ജോലിക്ക് പോകണമെന്ന് തോന്നിയാൽ മാത്രം ഇനി പരീക്ഷ എഴുതിയാൽ മതി. ഒരു വീട്ടിൽ 2 പേർ തമ്മിൽ മത്സരിച്ചാലേ കുടുംബം മുടിഞ്ഞു പോവും. ഒരു വീട്ടിൽ 2 മരുമക്കൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർ തമ്മിൽ ചെറിയ ഈഗോയും കോമ്പറ്റീഷനും ഒക്കെ വരാനുള്ള സാധ്യതയാണ്. എസ്പെഷ്യലി അമ്മയുടെ ഫേവററ്റ് മരുമകളാകാനും കുടുംബത്തിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുക്കാനും മരുമക്കൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് തന്നെ പരസ്പരം തോൽപ്പിക്കാനും ആളാവാനും വേണ്ടിയുള്ള ഹെവി കോമ്പറ്റീഷനായിട്ട് മാറിയാൽ കുടുംബത്തിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും.
ഏതൊരു കുടുംബത്തിലും ബന്ധങ്ങൾ സ്ട്രോങ് ആണ്. അവിടെ ഒരാളുടെ വിജയവും സന്തോഷവും എല്ലാവരുടെ വിജയമായിട്ട് ആഘോഷിക്കുമ്പോഴും ആരെങ്കിലും ഒന്ന് വീണുപോയാൽ പരസ്പരം താങ്ങായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കുടുംബത്തിനുള്ളിൽ ഇത്തരം അൺഹെൽത്തി കോമ്പറ്റീഷൻ വച്ചു പുലർത്താതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന